ഇല്ലടാ ഇല്ലടാ കിട്ടില്ല കിട്ടില്ല ബ്രാലി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സൈസ് സാധനം. മീ ഗോസ് ഫിഷ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വള്ളത്തെ പിടിച്ച് ഇന്ന് കുപ്പി ചൂണ്ടയിടുക എന്നതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. എല്ലാവരും എണ്ണൻ ഫസ്റ്റ് വള്ളത്തെ പിടിച്ചിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. ഇല്ല കുപ്പിയല്ലോ എടുക്കും. മീനിടാനുള്ള കുപ്പി കിട്ടിയിട്ടുണ്ട്. ഓക്കെ കിട്ടിയാടേ? ആ കിട്ടി കിട്ടി. വീണ്ടും വള്ളത്തി കിട്ടി. നമുക്കപ്പോൾ ഇത്ര വള്ളത്തി മീൻ കിട്ടിയിട്ടുണ്ട് കൊരുത്തിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൊരുക്കണ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഇങ്ങനെയാണ് പള്ളത്തിയെ കൊരുക്കണത്. അതിൽ സൈഡിലൊരു ചെറിയ കറുത്ത ഡോട്ട് പോലത്തെ ഉണ്ട്, അവിടെയാണ് കൊരുക്കണത്. അതാകുമ്പം പള്ളത്തി അധികം ചാവാതെ കിടക്കും. നമ്മളിവിടെ നിന്ന് പള്ളത്തി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ തന്നെ ഒരു മീനടിച്ചു. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ചൂണ്ട ഇവിടെ തന്നെയാണ് ഇടണത്. കൊണ്ടുപോയ നമ്മൾ ആദ്യത്തെ ചൂണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ചെറിയ കുളത്തിലാണ് നമ്മൾ അടുത്ത കുപ്പി ചൂണ്ട ഇടാൻ വേണ്ടി പോകണം. അതിലൊരെണ്ണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മളെ കുപ്പിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അറ്റത്തായിട്ടാണ് ഇട്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം നേരത്തെ നിന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് എത്തിയത്. അടുത്ത ഈ സൈഡിലാണ് ചൂണ്ടയിടാൻ വേണ്ടി പോകണം. ഈ സൈഡ് മൊത്തം പായലായിരുന്നുകൊണ്ട് കമ്പിട്ട് ചെറുതായിട്ട് നീക്കി പായലെല്ലാം നീക്കി അവിടെ ഒരു ഗ്യാപ്പാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് ചൂണ്ടയിടാൻ പോകണം. ഓക്കെ, അത് കറക്റ്റ് ആ ഗ്യാപ്പിൽ വീണിട്ടുണ്ട്. പ്രാവശ്യം കുപ്പി ഇട്ടിട്ടില്ല, അല്ലാതെ മീൻ വരുത്ത ചൂണ്ടയാണ് ഇടുക. ഈ ലവ് പറഞ്ഞ നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതിലും കുപ്പി ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ ഇട്ടിട്ടുള്ള നമ്മൾ അടുത്ത സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ അവിടെ മാത്രമേ വെള്ളം കെട്ടി കുളമായിട്ട് കിടക്കണത്. അവിടെ മീൻ കാണും. പോകാൻ ചെറിയൊരു വഴിയുണ്ട്. ഓക്കെ, നമ്മുടെ സ്പോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം നിന്ന് അങ്ങറ്റം ആ സൈഡിലാണ്.
മീൻ നിൽക്കാവുന്ന ചാൻസുള്ള അത്യാവശ്യം നല്ല കിട്ടുന്ന സ്പോട്ടാണ്. നമ്മൾ അവസാനം കുപ്പി ചൂണ്ടയിട്ടത് എത്തിയിട്ടുണ്ട് വലിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുപ്പി ചൂണ്ട കെട്ടിയിട്ടിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറേ ആവുന്നുള്ളൂ. അങ്ങനെ നല്ല ഇരുട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നല്ല പാടായിരിക്കും. എല്ലാവരും എണ്ണം വലിക്കുകയാണ്. ഓ മീനുണ്ട്, അതിൽ മീനുണ്ട്. നീ കിട്ടിയാൽ മതിയായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്ന്. കിട്ടൂലേ? അതിൻ്റെ ഇടയിലായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടും. അത് കിട്ടി. എടാ അല്ല, അത്യാവശ്യം നല്ലൊരു സൈസുള്ള ബ്രാലി തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂണ്ട വലിക്കാൻ വേണ്ടി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ചെളി. നമുക്ക് അടുത്തത് വലിച്ചു നോക്കാം. ഇല്ല ഉണ്ടാകുന്നു ഒന്നുമില്ല. ഇപ്പോൾ ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. രാത്രി വീണ്ടും വന്ന് നോക്കാം. നമ്മളടുത്ത് വലിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വലിയ വലിയ ലക്ഷ്യമൊന്നുമില്ല, ഇതിലൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ ഇട്ടിരിക്കാൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും നമ്മളവിടെ തന്നെയാണ് ഇടണം. രാത്രി വീണ്ടും വന്ന് നോക്കി നോക്കാമല്ലോ കിട്ടുമെന്ന്. ഒന്നവിടെ ഇട്ട് ആ ഇപ്പം വലിയ ലക്ഷണമൊന്നുമില്ല. വായിൽ മാത്രം. ആ കുരിപ്പുണ്ടോ? കുരിപ്പ് അതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ ഒന്നുമില്ല. കൊണ്ടുപോയാ? ആമാ. വീണ്ടും നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. വള്ളി കഴിഞ്ഞിട്ടുണ്ട്. വള്ളി വലിഞ്ഞിട്ടുണ്ട്. ആ ഉണ്ട്, മീനുണ്ട്. വീട്ടാ ഇങ്ങനെ ഇല്ലടാ ഇല്ലടാ കിട്ടില്ല. ബ്രാലി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സൈസ് സാധനം. ഓ മുറിഞ്ഞേട്ടാ. ലാലോണ എത്ര വെയിറ്റ് എത്ര വരും? 1 കിലോയ്ക്ക് പുറത്ത് വരടാ. നല്ല കിടിലം ബ്രാലാണ്. നാളെ കയ്യിലെ സൈസ് തന്നെ കണ്ടറിയാം. എത്തില്ല, അത്രയ്ക്കും നല്ല മീൻ. അപ്പം ഒട്ടും നഷ്ടമില്ല. വേറെ 2 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വലിക്കാണ്ട് നമുക്ക് നോക്കി നോക്കാം എത്ര എണ്ണം കിട്ടുമെന്ന്. അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുപ്പി ചൂണ്ടയിട്ട അവിടെ ഇട്ടിരുന്നത് അടിച്ച് കറക്കി ഇനി അറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. മീനില്ലെന്നാണ് തോന്നുന്നത്, എല്ലാം കൊണ്ടുപോയി. മീന് പോയി തോന്നുന്നു. അതിൻ്റെ ഇടയിൽ അടിച്ച് കയറ്റിയിട്ട് പുല്ലാടേ. വെറും പായൽ ഇഷ്ടപ്പെട്ടു പോയി മീൻ. അപ്പം നമ്മൾ രാവിലെ കുപ്പിച്ചുകൊണ്ടിട്ടതിൽ 2 മീനാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയിൽ കൊരുപ്പുള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വീണ്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി ആ മീൻ എടുക്കുന്നതും കൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ടാണ്. ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ചുണ്ട്.